ഇതാ നമ്മൾ ഇന്നത്തെ ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മളിൽ നിന്ന് വേർപെട്ട പ്രതീക്ഷിക്കാതെ കളനെ പോലെ കടന്നു വന്ന ആ മരണം ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഇത് നിലനിൽക്കുന്ന ഒരു വിടപറിച്ചിലാണ്. 1-2 ദിവസം വിട പറഞ്ഞാലും ഈ ഓർമ്മ നമ്മുടെ ഉള്ളിൽ കുറെ നാളത്തേക്ക് നിലനിൽക്കും. അതുകൊണ്ട് ആ ഓർമ്മ നമ്മൾ നേരിടുകയാണ് ഈ ദിവസങ്ങളില. അത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നമ്മളിൽ വേർപെട്ടു പോയ ബഹുമാനപ്പെട്ട പ്രസാദത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കളനെ പോലെ കടന്നു വന്നു അച്ഛന്റെ മരണം. അതുകൊണ്ട് ആദ്യമായി ദൈവത്തിന് നിശ്ചയത്തിന് വന്നു വരെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. ദൈവത്തിന് ഇത്രേതായ പദ്ധതികളുണ്ട്. ചിലപ്പോൾ സ്വർഗത്തിലായതുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് അനുഗ്രഹങ്ങളുടെ പൂക്കൾ സാധിച്ച് നമ്മുടെ മേൽ ചൊരിയായിരിക്കും. അത് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വിധവ സഹോദരിമാരെ അച്ഛൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെ അച്ഛന്റെയുമായി ഓർക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാ നിങ്ങളെല്ലാം ഒരുങ്ങി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതിനെ നിങ്ങൾക്ക് ഓരോരുത്തരും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പിരിച്ചിനോ അതിനെ പങ്കെടുക്കുന്നവരെല്ലാവർക്കും ദൈവമെല്ലാവരും ജയിക്കട്ടെ. ഈ ബലിയർപ്പിക്കുവാൻ യോഗ്യരാകേണ്ടതിനെ നമ്മുടെ പാപങ്ങളെ പശ്ചാത്തപിക്കുകയും ദൈവത്തോടും സഹോദരന്മാരോടും നമുക്ക് മാപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവമേ, നമ്മുടെ പാപങ്ങൾ പൊറുത്ത നമ്മെ നിത്യജീവിതത്തിൽ നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.